നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയെ ബാധിക്കും വിധം വ്യാജ പ്രചരണങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കാൻ പോലീസിന് നിർദ്ദേശം നൽകിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സഞ്ജയ് കൗൾ. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണെന്ന രീതിയിൽ വ്യാജ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. മലപ്പുറം, എറണാകുളം സിറ്റി, തൃശൂർ സിറ്റി എന്നിവിടങ്ങളിൽ 2 വീതവും, തിരുവനന്തപുരം റൂറൽ, കൊല്ലം സിറ്റി, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട്, ഇടുക്കി ജില്ലകളിൽ 1 വീതവും വ്യാജ പ്രചരണം നടത്തിയതിന് സംസ്ഥാനത്ത് 12 കേസുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞു. സ്വതന്ത്രവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പിന് തടസ്സമാകും വിധം വ്യാജ പ്രചരണം നടത്തുന്നവരെ കണ്ടെത്താൻ സാമൂഹ്യ മാധ്യമങ്ങളിൽ വിപുലമായ നിരീക്ഷണം നടത്തുന്നുണ്ട്. ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള മീഡിയ മോണിറ്ററിംഗ് സെല്ലുകളും പോലീസും ശക്തമായ നിരീക്ഷണം നടത്തിവരുന്നു. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചരണങ്ങളെക്കുറിച്ച് പൊതുജനങ്ങൾക്കും പോലീസിന്റെ സാമൂഹ്യ മാധ്യമ നിരീക്ഷണ സംഘങ്ങൾക്ക് വിവരം നൽകാമെന്നും അവർ വ്യക്തമാക്കുന്നു. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യാജ പ്രചരണം പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നത് തെരഞ്ഞെടുപ്പ് പ്രക്രിയയുമായി ബന്ധപ്പെട്ട്, തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ വിശ്വാസ്യതയുമായി ബന്ധപ്പെട്ട്, വോട്ടിംഗ് മെഷീനുമായി ബന്ധപ്പെട്ടാണ്. ഈ വോട്ടിംഗ് മെഷീൻ എല്ലാം തട്ടിപ്പാണ് എന്ന വാദമാണ് ഇവർ ഉയർത്തുന്നത്. ഏതായാലും ഈ വോട്ടിംഗ് മെഷീൻ തട്ടിപ്പാണോ എന്നറിയാൻ വിവിപാറ്റ് മെഷീൻ അടക്കം നേരത്തെ ഇത് പരിശോധിച്ചതുമാണ്. വെറുതെ BJP ജയിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം ഇങ്ങനെ വോട്ടിംഗ് മെഷീൻ കൃത്രിമം കാണിച്ചിട്ടാണ് എന്ന് പറഞ്ഞുണ്ടാക്കുകയാണ്. എന്നാൽ കോൺഗ്രസ് ജയിക്കുമ്പോഴോ അല്ലെങ്കിൽ കേരളത്തിൽ CPM ജയിക്കുമ്പോഴോ ഒന്നും ഈ വോട്ടിംഗ് മെഷീൻ ഒരു തകരാറുമില്ല. ഏതായാലും ഇന്ത്യ സഖ്യം പോലെ തന്നെയാണ്. കേരളത്തിലെത്തിയാൽ തകരാറ് മാറുന്ന മെഷീൻ, മറ്റ് സംസ്ഥാനം ഇപ്പോൾ ഗുജറാത്തിലെത്തിയാൽ തകരാറിലാവുന്ന മെഷീൻ, ഇങ്ങനെയാണ് ഇവർ ഇത് പറഞ്ഞു വരുത്തുന്നത്. ഏതായാലും ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുത്ത നടപടി സ്വാഗതാർഹം തന്നെയാണ്. ഇങ്ങനെ വ്യാജ പ്രചരണം നടത്തുകയും ജനാധിപത്യ പ്രക്രിയയുടെ ആ നല്ല വശങ്ങൾ അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയെ തന്നെ തടസ്സപ്പെടുത്തും വിധം വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നവർക്കെതിരെ തീർച്ചയായും നടപടികൾ വേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് സാധാരണക്കാരായ ജനങ്ങളടക്കമുള്ളവർ പറയുന്നത്.